ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമുണ്ടാക്കുമെന്നുള്ള ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ പിന്തുണച്ച കോൺഗ്രസ് എം.എൽ.എ. വിൻസെന്റ് കെ.എസ്.ആർ.ടി.സി അടച്ചുപൂട്ടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. വായ്പയെടുത്ത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയാൽ നഷ്ടമുണ്ടാകും. കേന്ദ്രം തരുന്നതിന് വാടക നൽകേണ്ടി വന്നാലും നഷ്ടം വരുമെന്നും വിൻസെന്റ് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഈ ഗവൺമെന്റ് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള പരിഷ്കാരങ്ങൾ ഷോപ്പ് ഓൺ വീൽസ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? DCP അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ജില്ലാ ഓഫീസുകൾ ഉണ്ടാക്കി, സ്വിഫ്റ്റ് കൊണ്ടുവന്നു, ഫീഡർ സർവീസുകൾ, ഓരോ സ്ഥലങ്ങളിലും ആളുകൾ കാത്തിരിക്കുന്നു AC ബസ് കൊണ്ടുവരുന്ന ഫീഡർ സർവീസുകൾ, സ്വിഫ്റ്റ് ഇലക്ട്രിക്. ഇതെല്ലാം നാളിതുവരെയുള്ള KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനല്ല, ഇത് കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് ഇടയായിട്ടുള്ളത്. ഇങ്ങനെ ഒരു മിസ്മാനേജ്മെന്റ് നടത്തുന്ന ഒരു മാനേജ്മെന്റിനെ ഗവൺമെന്റ് എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളും നടപടികളും തിരുത്താനും അതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റും പുതിയ മന്ത്രിയും തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾ വളരെ ശക്തമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്.